ലോസ് ഏഞ്ചൽസിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിരിക്കുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം നാഷണൽ ഗാർഡിനെ വിന്യസിച്ചതിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് തെരുവിലിറങ്ങിയത്. പ്രധാന റോഡുകൾ ഉപരോധിച്ചും ആളില്ലാ വാഹനങ്ങൾ കത്തിച്ചും പ്രതിഷേധക്കാർ രോഷം പ്രകടിപ്പിച്ചു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് കണ്ണീർ വാതകവും റബ്ബർ ബുള്ളറ്റും ഉപയോഗിച്ചു. ലോസ് ഏഞ്ചൽസിലെ തെരുവുകളിൽ കുറച്ച് പോലീസുകാർ കുതിരപ്പുറത്ത് പെട്രോളിംഗ് നടത്തിയപ്പോൾ മറ്റു ചിലർ ഗാർഡ് ഗ്രൂപ്പുകൾക്ക് പിന്നിൽ അണിനിരന്നു. കുടിയേറ്റക്കാരെ പാർപ്പിച്ചിട്ടുള്ള തടങ്കൽ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുകയായിരുന്നു നാഷണൽ ഗാർഡിന്റെ പ്രധാന ലക്ഷ്യം. ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ തുടർച്ചയായ മൂന്നാം ദിവസവും പ്രതിഷേധം ശക്തമായി. ഏകദേശം 300ഓളം ഫെഡറൽ ട്രൂപ്പുകൾ എത്തിയതോടെ നാട്ടുകാരിൽ ഭയവും അതോടൊപ്പം വലിയ രോക്ഷവും ഉടലെടുത്തു. രാത്രി 10 മണിയോടെ ഡൗൺ ടൗൺ ലോസ് ഏഞ്ചൽസിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിന് മുന്നിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടി. കുടിയേറ്റ റെയ്ഡുകളിൽ പിടിക്കപ്പെട്ടവരെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധക്കാർ നാഷണൽ ഗാർഡിനെതിരെ മുദ്രാവാക്യം മുഴക്കിയപ്പോൾ ഗാർഡ് അംഗങ്ങൾ തോക്കുകളും ഷീൽഡുകളും ഏന്തി തോളോട് തേൾ ചേർത്ത് നിലയുറപ്പിച്ചു. ചില പ്രതിഷേധക്കാർ ഗാർഡകങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഗ്രനേഡുകൾ എറിഞ്ഞ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ശ്രമിച്ചു. തുടർന്ന് ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ചു. നിയമവിരുദ്ധമായി ഒത്തുചേർന്നതിലാണ് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ചതെന്ന് LAPD വിശദീകരിച്ചു. പ്രതിഷേധക്കാർ 101 ഫ്രീവേയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയെങ്കിലും കാലിഫോർണിയ ഹൈവേ പെട്രോൾ ഓഫീസർമാർ വൈകുന്നേരത്തോടെ റോഡ് ഗതാഗത യോഗ്യമാക്കി. നാഷണൽ ഗാർഡിന്റെ സാന്നിധ്യം നഗരത്തിൽ പ്രതിഷേധം വർദ്ധിപ്പിക്കുകയാണെന്ന് കാണിച്ച് ഗവർണർ ഗാവിൻ ന്യൂസോം ട്രംപിന് കത്തയച്ചു. ഘാതകങ്ങളെ പിൻവലിക്കണമെന്നും ഇത് സംസ്ഥാനത്തിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്നും ന്യൂസോം കത്തിൽ വ്യക്തമാക്കി. ലോസ് ഏഞ്ചൽസിൽ കാണുന്നത് ഭരണകൂടമുണ്ടാക്കിയ കുഴപ്പങ്ങളാണെന്ന് മേയർ കാരൻ ബാസ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇത് മറ്റൊരു അജണ്ടയാണ്, പൊതു സുരക്ഷയല്ല ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ന്യൂസോമും മറ്റ് ഡെമോക്രാറ്റുകളും പ്രതിഷേധം തടയുന്നതിൽ പരാജയപ്പെട്ടതിനാലാണ് നാഷണൽ ഗാർഡിനെ അയച്ചതെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഗവർണറുടെ അനുമതിയില്ലാതെ ഒരു സംസ്ഥാനത്ത് നാഷണൽ ഗാർഡിനെ വിന്യസിക്കുന്നത് പതിറ്റാണ്ടുകൾക്കിടെ ഇതാദ്യമാണ്. ഇത് ഭരണകൂടത്തിന്റെ കൂട്ട നാടുകടത്തൽ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെയുള്ള വലിയൊരു നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വെള്ളിയാഴ്ച ലോസ് ഏഞ്ചൽസിൽ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് പാരാമൗണ്ട്, കോംപ്ടൗൺ എന്നിവിടങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. പാരാമൗണ്ടിലെ ഹോം ഡിപ്പോയ്ക്കടുത്ത് ഫെഡറൽ ഏജന്റുമാർ തമ്പടിച്ചപ്പോൾ പ്രതിഷേധക്കാർ ബോർഡർ പട്രോൾ വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചു. ചിലർ കല്ലുകളും സിമന്റ് കഷ്ണങ്ങളും എറിഞ്ഞതിന് മറുപടിയായി ഏജന്റുമാർ കണ്ണീർ വാതകം പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമിഗ്രേഷൻ അധികൃതർ നടത്തിയ പരിശോധനയിൽ 100-ലധികം കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു യൂണിയൻ നേതാവിനെയും പ്രതിഷേധത്തിനിടെ അറസ്റ്റ് ചെയ്തു. ഇയാൾ നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്തിയെന്നാണ് അധികാരികൾ ആരോപണം ഉന്നയിക്കുന്നത്. ട്രംപ് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ആവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ സർക്കാരിനെതിരെ കലാപം നടക്കുന്നു എന്ന് കണ്ടാൽ സൈന്യത്തെ ഉപയോഗിക്കാമെന്ന് ട്രംപ് പറഞ്ഞു. ഇതിനായുള്ള നിയമപരമായ വ്യവസ്ഥകൾ ഉപയോഗിച്ചാണ് 2000 നാഷണൽ ഘടകങ്ങളെ വിന്യസിക്കാൻ താൻ അനുമതി നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോസ് ഏഞ്ചൽസിൽ അക്രമം നടത്തുന്നവരെ വെറുതെ വിടില്ല എന്ന് ന്യൂജേഴ്സിയിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. US ട്രൂപ്പുകളെ ലോസ് ഏഞ്ചൽസിലേക്ക് അയക്കുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾക്ക് എല്ലായിടത്തും സൈന്യമുണ്ടാകും, നമ്മുടെ രാജ്യം തകരാൻ അനുവദിക്കില്ല, ബൈഡന്റെ ഭരണത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ട്രംപിന്റെ മറുപടി. നാടുകടത്തലിന് തടസ്സം നിൽക്കുന്ന കാലിഫോർണിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുടിയേറ്റക്കാരെ ഒളിപ്പിക്കാൻ സഹായിച്ച വിസ്കോൺസിൻ ജഡ്ജിനെ കഴിഞ്ഞ മാസം അറസ്റ്റ് ചെയ്തിരുന്നു. ട്രംപും ഗവർണർ ന്യൂസോമും വെള്ളിയാഴ്ച രാത്രി 40 മിനിറ്റോളം ഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അവർ സംസാരിച്ചോ എന്ന് വ്യക്തമല്ല. നാഷണൽ ഗാർഡിന്റെ വരവിനെക്കുറിച്ച് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. നാഷണൽ ഗാർഡ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് ട്രംപ് ട്വീറ്റ് ചെയ്തപ്പോൾ ലോസ് ഏഞ്ചൽസ് മേയർ കാരൻ ബാസ് ട്രൂപ്പുകൾ ഇതുവരെ നഗരത്തിൽ എത്തിയിട്ടില്ലെന്നായിരുന്നു പ്രതികരിച്ചത്. അക്രമം തുടർന്നാൽ ആക്റ്റീവ് ഡ്യൂട്ടി മറൈൻസിനെ വിന്യസിക്കുമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ലോസ് ഏഞ്ചൽസിൽ നിന്ന് 125 മൈൽ അകലെയുള്ള 29 പാംസിൽ 500 മറൈൻസിനെ വിന്യസിക്കാൻ തയ്യാറായി നിർത്തിയിരിക്കുകയാണെന്ന് US നോർത്തേൺ കമാൻഡും അറിയിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഈ നടപടി രാജ്യത്തെ സ്വച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നുവെന്നും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിന്റെ അധികാരത്തെ ലംഘിക്കുന്നുവെന്നും വെർമോണ്ട് സെനറ്റർ ബെർണി സാൻഡേഴ്സ് വിമർശിച്ചു. മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതും ഗാർഡിനെ വിന്യസിക്കുന്നതും ഭീതിയും ഭിന്നിപ്പും ഉണ്ടാക്കാനുള്ള ക്രൂരമായ അജണ്ടയുടെ ഭാഗമാണെന്ന് വിശേഷിപ്പിച്ചു. ട്രംപിന്റെ അടുത്ത അനുയായിയായ ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ പ്രസിഡന്റിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു. ഗാവിൻ ന്യൂസോമിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്നും അതുകൊണ്ടാണ് പ്രസിഡന്റ് ഇടപെട്ടതെന്നുമാണ് ജോൺസൺ പ്രതികരിച്ചത്. ഈ പ്രതിഷേധം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഭിന്നതകൾക്ക് കാരണമായി മാറിയിരിക്കുകയാണ്. ലോസ് ഏഞ്ചൽസിലെ നിലവിലെ സ്ഥിതിഗതികൾ എങ്ങോട്ട് നീങ്ങുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.